കേരള സർവകലാശാല മുൻ രജിസ്ട്രാർക്ക് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി. സസ്പെൻഷന് സ്റ്റേ ഇല്ല. ഗവർണർ വരുമ്പോൾ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഹൈക്കോടതി. രജിസ്ട്രാറുടെ നടപടി ഗവർണർ എന്ന വിശിഷ്ട പദവിയെ ബാധിച്ചുവെന്നും ഹൈക്കോടതി. ഭാരതാംബയെ പതാകയേന്തിയ സ്ത്രീയെന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമെന്നും കോടതിയുടെ നിരീക്ഷണം. ഏത് മതചിഹ്നമാണ് അവിടെ പ്രദർശിപ്പിച്ചതെന്ന് വ്യക്തമാക്കണം. അവിടെ എന്ത് പ്രകോപനപരമായ ചിത്രമാണ് പ്രദർശിപ്പിച്ചതെന്നും കോടതി. അതേസമയം KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടിയിൽ ഇടപെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സസ്പെൻഷൻ ഉടൻ പിൻവലിക്കണമെന്ന് മന്ത്രിയുടെ കത്ത്. താൽക്കാലിക VC ഡോക്ടർ സിസ തോമസിനോടാണ് മന്ത്രി ആവശ്യം ഉന്നയിച്ചത്. രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷന് സ്റ്റേ ഇല്ല എന്നുള്ള ഉത്തരവ് ഹൈക്കോടതി പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്? ഈ കേരള സർവകലാശാല മുൻ രജിസ്ട്രാർ VC തന്നെ സസ്പെൻഡ് ചെയ്ത നടപടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി പരിഗണിച്ച സമയത്താണ് എന്ത് പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷൻ നടപടി നേരിട്ട് എന്നുള്ള ചോദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉന്നയിച്ചത്. ഗവർണറുടെ പരിപാടിയിൽ മതചിഹ്നം പ്രദർശിപ്പിച്ചു. തുടർന്ന് ആ പരിപാടി നിർത്തിവെക്കാൻ താൻ ആവശ്യപ്പെടുകയായിരുന്നു. അതാണ് ഈ സസ്പെൻഷൻ നടപടിയിലേക്ക് എത്തിച്ചത് എന്നുള്ളതായിരുന്നു രജിസ്ട്രാർ നൽകിയ വിശദീകരണം. എന്ത് മതചിഹ്നമാണ് ഇത്തരത്തിൽ പ്രദർശിപ്പിച്ചത് എന്നുള്ള ചോദ്യമാണ് പിന്നീട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പതാകയേന്തിയ സ്ത്രീ ഒരു ഹിന്ദു ദേവതയാണെന്നുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യമാണ് സെക്യൂരിറ്റിക്കാരൻ തന്നെ ബോധിപ്പിച്ചത്. പതാകയേന്തിയ സ്ത്രീയുടെ ചിത്രമാണ് അവിടെ പ്രദർശിപ്പിച്ചത് തുടങ്ങിയ മറുപടിയാണ് രജിസ്ട്രാർ അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. തുടർന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനം രജിസ്ട്രാർക്ക് കേൾക്കേണ്ടി വന്നത്. ഭാരത മാതാവിനെ പതാകയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നത് നിർഭാഗ്യകരമെന്നാണ് ജസ്റ്റിസ് N നഗരേഷിന്റെ ബെഞ്ച് വിമർശിച്ചത്. വലിയ രീതിയിൽ രജിസ്ട്രാറെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭാരത മാതാവ് എങ്ങനെയാണ് മതചിഹ്നമായി മാറുക എന്നുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യം കൂടി ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല. സ്റ്റേ ആവശ്യം ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. സർവകലാശാലയോടും പോലീസിനോടും ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. ക്രമസമാധാന പ്രശ്നം അത് കൈകാര്യം ചെയ്യാൻ പോലീസിന് എന്തുകൊണ്ട് ആയില്ല? അതോടൊപ്പം തന്നെ ഗവർണർ വന്ന സമയത്ത് രജിസ്ട്രാർ ചെയ്ത നടപടി അത് ഗവർണറുടെ വിശിഷ്ട പദവിയെ ബാധിച്ചു എന്നുള്ള വിലയിരുത്തൽ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭാരത മാതാവിനെ പതാകയേന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ച നടപടിയടക്കം നിശ്ചിത ഭാഷയിലാണ് ഹൈക്കോടതി വിമർശിച്ചത്. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.